നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും തടസ്സം വരുന്നു? എന്തുകൊണ്ട് എൻ്റെ പ്ലാൻ അവസാന നിമിഷത്തിൽ തകരുന്നു? എന്തുകൊണ്ട് ചിലർ എൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, പക്ഷേ പിന്നിൽ എന്തോ ശരിയല്ലെന്ന് തോന്നുന്നു? ജീവിതത്തിലെ എല്ലായ്പ്പോഴും ശത്രു തുറന്നു നിന്ന് വരില്ല. ചിലപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ നമുക്ക് ഏറ്റവും അടുത്ത ആളായി വരും. ചിലപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളായിരിക്കും. ചിലപ്പോൾ അവർ നമ്മളുടെ അകത്തു തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭയമായിരിക്കാം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ കുറിച്ചുള്ള ഒരു ആത്മസന്ദേശം നമുക്ക് കണ്ടെത്താനാണ് പോകുന്നത്. ഇത് ഒരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു മുന്നറിയിപ്പാകാം, ഇത് ഒരു സൂചനയാകാം, ഇത് ദൈവം നിങ്ങളോട് പറയുന്ന ഒരു ചെറു അടയാളമാകാം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണുന്ന 3 ചിത്രങ്ങൾ, ഇവ സാധാരണ ചിത്രങ്ങളല്ല. ഈ ചിത്രം എന്താണ്? ഇത് ഒരു ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. സത്യം കാണുന്ന ശക്തി, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്ന ശക്തി, ഊർജങ്ങൾ മനസ്സിലാക്കുന്ന ശക്തി. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം നിങ്ങളുടെ അവബോധം നിങ്ങളെ നയിക്കുന്ന ഒരു വഴിയാണ്. ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ദയവായി ഒരു കാര്യം മറക്കരുത്. തല ഉപയോഗിച്ച് തിരഞ്ഞെടുക്കരുത്, ഹൃദയം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുക. ആദ്യമായിട്ട് മനസ്സിൽ തട്ടുന്ന ചിത്രം, അതുതന്നെയാണ് നിങ്ങളുടെ സന്ദേശം. 1, 2, 3. ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന്റെ നമ്പർ രേഖപ്പെടുത്തുക. പക്ഷേ വീഡിയോ മുഴുവൻ കാണാതെ പോകരുത്, കാരണം ആദ്യം ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ശത്രു എല്ലായ്പ്പോഴും ആക്രമണം ചെയ്തു വരില്ല. അവൻ ആദ്യം വിശ്വാസം നേടും, പിന്നെ നിങ്ങളുടെ ബലഹീനത കണ്ടെത്തും, പിന്നെ അതുപയോഗിച്ച് നിങ്ങളെ സ്ലോ ആക്കും. ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ വിശ്വാസം തന്നെയാണത്. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പറയും, നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ പങ്കുവയ്ക്കും. അതുതന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ അപകടം. ഈ ലോകം വെറും ആളുകൾ കൊണ്ടല്ല നിറഞ്ഞിരിക്കുന്നത്, ഇത് ഊർജങ്ങൾ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജങ്ങൾ അസ്വസ്ഥരാകും. ചിലർ നിങ്ങളുടെ സന്തോഷം സഹിക്കില്ല, ചിലർ നിങ്ങളുടെ വിജയത്തെ കാണാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ അവർ തുറന്ന് എതിർപ്പ് പ്രകടിപ്പിക്കില്ല എന്നതാണ് സത്യം. അവർ നിങ്ങളുടെ മുന്നിൽ ചിരിക്കും, നിങ്ങളെ അഭിനന്ദിക്കും, പക്ഷേ ഉള്ളിൽ അസൂയ കത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ആരുമായോ സംസാരിച്ച ശേഷം നിങ്ങൾക്ക് എനർജി ഡ്രെയിൻ ആയതുപോലെ, നിങ്ങളുടെ എനർജി ചോർന്നു പോയതുപോലെ തോന്നിയിട്ടുണ്ടോ? ചില ആളുകളെ കണ്ടാൽ അനാവശ്യമായിട്ട് വിഷമം അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നുണ്ടോ? ചിലർ നിങ്ങളെ നോക്കുന്ന രീതിയിൽ എന്തോ ഒരു അസാധാരണത തോന്നുന്നുണ്ടോ? എങ്കിൽ ഇത് വെറും യാദൃശ്ചികമല്ല. നമ്മുടെ ഇൻറ്റ്യൂഷൻ പലപ്പോഴും സത്യം പറയുന്നുണ്ട്, പക്ഷെ നാം അത് അവഗണിക്കുന്നു എന്നതാണ് സത്യം. ഈ വീഡിയോ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനുള്ളതല്ല, ഇത് നിങ്ങളെ ഭയപ്പെടുത്താനുമല്ല. ഇത് ഒരു ആത്മപരിശോധനയ്ക്കാണ്. ചിലപ്പോൾ നമ്മുടെ ശത്രു നമ്മൾ തന്നെയാകാം. നമ്മുടെ ഓവർ തിങ്കിങ്, നമ്മുടെ ഇൻസെക്യൂരിറ്റി, ഇവയൊക്കെയാണ് ചിലപ്പോൾ നമ്മളെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ചിത്രം ഒരു വ്യക്തിയെ മാത്രം കാണിക്കില്ല, ഒരു സത്യത്തെ ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, ഒരു ആഴത്തിലുള്ള ശ്വാസം എടുക്കുക, മന്ദഗതിയിൽ പുറത്തേക്ക് വിടുക. മനസ്സിൽ നിങ്ങൾ ചോദിക്കൂ, എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ശത്രു ആരാണ്? ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന ചിത്രം, ആദ്യമായിട്ട് ഓർമ്മ വരുന്ന പേര്, ആദ്യമായി തോന്നുന്ന ഒരു വികാരം, അത് അവഗണിക്കരുത്. ഇപ്പോൾ വീണ്ടും കണ്ണുകൾ തുറക്കുക. 3 ചിത്രങ്ങളിലേക്ക് വീണ്ടും നോക്കൂ. 1, 2, 3. നിങ്ങളുടെ മനസ്സ് വീണ്ടും ഏത് ചിത്രത്തിലേക്കാണ് പോകുന്നത്? അതുതന്നെയാണ് നിങ്ങളുടെ സന്ദേശം. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിന്റെ നമ്പർ, അത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ചിത്രത്തിന്റെ സത്യം തുറക്കാൻ പോവുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു നിർണായക സന്ദേശമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒപ്പം തന്നെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം കൃത്യമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക.
ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെന്യൂനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ, നിങ്ങൾ ഈ ലോകത്തെ വളരെ സത്യസന്ധമായിട്ട് കാണുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും ഇഷ്ടമായാൽ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കും എന്നതാണ് സത്യം. നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ഹൃദയത്തോടെ സൂക്ഷിക്കും. പക്ഷേ ഇതുതന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത. നിങ്ങളുടെ ശത്രു എവിടെയാണ്? നിങ്ങളുടെ ശത്രു വളരെ ദൂരെയല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ഉള്ള ഒരാളാണ്. വളരെ അടുത്ത സുഹൃത്താകാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്ന ഒരാളാകാം. ഈ വ്യക്തി നിങ്ങളെ തുറന്ന് എതിർക്കില്ല എന്നതാണ് സത്യം. പക്ഷേ നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ, നിങ്ങൾ വിജയിക്കുമ്പോൾ, നിങ്ങൾ പ്രശംസിക്കപ്പെടുമ്പോൾ അവരുടെ ഉള്ളിൽ അസ്വസ്ഥത തുടങ്ങും. ഈ വ്യക്തിയുടെ ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ വ്യക്തി നിങ്ങൾ സന്തോഷ വാർത്ത പറഞ്ഞാൽ അത് ശരിയാണോ എന്ന സംശയം വിതറും. നിങ്ങൾ ഒരു പദ്ധതി പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം കുറയ്ക്കും. നിങ്ങളുടെ മുന്നിൽ അഭിനന്ദിക്കും, പിന്നിൽ ചെറിയ രീതിയിൽ താഴ്ത്തി പറയും. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് കാഷ്വലായി പറയും. ഇവയെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായ രീതിയിലാണ് സംഭവിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഫലം വളരെ വലിയതാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ വളർച്ച അവരുടെ ഉള്ളിലെ അസുരത്വം ഉണർത്തുന്നു. നിങ്ങൾ വിജയിച്ചാൽ അവർക്ക് തോന്നും, എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല, ഇവൻ അല്ലെങ്കിൽ ഇവൾ എങ്ങനെ ഇത്ര മുന്നേറുന്നു. അസൂയ വളരെ നിശബ്ദമായിട്ടുള്ള ഒരു വികാരമാണ്. അത് തുറന്നു പറയില്ല, പക്ഷേ അത് ബന്ധങ്ങളെ നശിപ്പിക്കും. നിങ്ങൾക്ക് തോന്നുന്ന ചില സൂചനകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളുമായിട്ട് സംസാരിച്ച ശേഷം നിങ്ങളിൽ നിന്ന് ഉന്മേഷം കുറഞ്ഞതായിട്ട് തോന്നും. ചില കാര്യങ്ങൾ പങ്കുവച്ചാൽ പിന്നീട് തടസ്സങ്ങൾ വരും. നിങ്ങൾ സന്തോഷ വാർത്ത പറഞ്ഞ ദിവസം തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇവ യാദൃശ്ചികമല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരോടും പറയരുത്. വിജയം ഉറപ്പായതിനു ശേഷം മാത്രം അറിയിക്കുക. നിങ്ങളുടെ ഉള്ളറബോധം അവഗണിക്കരുത്. അനാവശ്യമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് കുറയ്ക്കുക. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില ആത്മീയ പരിഹാരങ്ങളുണ്ട്. ഇത് വെറും പ്രായോഗിക കാര്യമല്ല, ആത്മീയമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു ദീപം തെളിയിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം 11 പ്രാവശ്യം നിത്യവും ജപിക്കുക. അല്പം ഉപ്പ് വെള്ളത്തിൽ കലർത്തി കുളിക്കുക. നിങ്ങളുടെ മുറിയിൽ ശുദ്ധമായിട്ടുള്ള വായു പ്രവേശിക്കാനായിട്ട് ജനൽ തുറന്നു വയ്ക്കുക. ഒരു പ്രധാന സത്യം കൂടെ പറയുകയാണ്. ശത്രുവിനെ വെറുക്കേണ്ടതില്ല, അവരെ മനസ്സിലാക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവരുടെ സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ കുറയ്ക്കുക. അതാണ് നിങ്ങളുടെ ശക്തി. നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള ആളാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. അത് മാറ്റരുത്. പക്ഷേ എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കരുത്. വിശ്വാസം അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. ഈ സന്ദേശം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് തോന്നിയാൽ ഒന്ന് സത്യം എന്നെഴുതാം. ഇത്രയും കാര്യങ്ങളാണ് 1-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്കുള്ള തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സാധാരണക്കാരനല്ല. നിങ്ങൾ പുറത്ത് ശക്തനായ ആളായി തോന്നുമെങ്കിലും ഉള്ളിൽ വളരെ നർമ്മവും കരുണയും ഉള്ള ഹൃദയമാണ്. നിങ്ങൾ പല വേദനകളും മിണ്ടാതെ സഹിച്ചവരാണ്. ആരോടും പറഞ്ഞിട്ടില്ലാത്ത കണ്ണുനീർ നിങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ചില മാസങ്ങൾ നിങ്ങൾ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത്. ചില ബന്ധങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു. ചില പ്രതീക്ഷകൾ തകർന്നു. ചിലർ നിങ്ങളെ തെറ്റായി വിലയിരുത്തി. ചില അവസരങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോയി. പക്ഷേ ഇത് ഒരിക്കലും ഒരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ഭാഗ്യം മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഒരു നല്ല മാറ്റം വരും. അത് ഇതിലൊന്നാകാം. ഒരു പുതിയ ജോലി, സാമ്പത്തിക പുരോഗതി, അകന്നുപോയ ഒരാൾ തിരികെ വരിക, ഇല്ലെങ്കിൽ ഒരു പുതിയ ബന്ധത്തിന്റെ തുടക്കം. ഈ മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കും. ഇനി നിങ്ങളുടെ ശത്രുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ശത്രു പുറത്തുള്ള ആളല്ല. അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ല, സഹപ്രവർത്തകനല്ല. നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ഉള്ളിലെ ഭയവും സംശയവുമാണ്. നിങ്ങളുടെ മുന്നേറ്റത്തെ തടയുന്ന മനോഭാവം, നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്ന ആന്തരിക ശബ്ദം, അതാണ് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു. ഇനി നിങ്ങളുടെ ഭയത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു തീരുമാനമെടുക്കുമ്പോൾ അനാവശ്യമായിട്ട് അധികം നിങ്ങൾ ചിന്തിക്കും.
നല്ല അവസരം വന്നിട്ടും അതിനെ പിടിക്കാൻ നിങ്ങൾ മടിക്കും. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്ക് അതിരില്ലാത്ത നിങ്ങളിലെ ഈ ഒരു ഭയത്തെ ജയിക്കാൻ നിങ്ങൾക്ക് 3 മാർഗങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം ഉറപ്പു നൽകുന്ന അഭ്യാസമാണ്. ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറയുക, എനിക്ക് കഴിയും, ഞാൻ ശക്തനാണ് അല്ലെങ്കിൽ ഞാൻ ശക്തയാണ്, വിജയം എനിക്ക് അർഹമാണ്. ഇത് ക്രമേണ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രണ്ടാമതായിട്ട് ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നതാണ്. വലിയ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ ഭയമുണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. 21 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാവുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ചെറിയ വിജയം വലിയ ആത്മവിശ്വാസത്തിന് തുടക്കമായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമതായിട്ട് ആത്മീയ സംരക്ഷണമാണ്. എല്ലാ ചൊവ്വാഴ്ച ദിവസവും ശ്രീ ഹനുമാൻ സ്വാമിയുടെ നാമസ്മരണം ചെയ്യുക. ചുവപ്പ് നിറത്തിലുള്ള ഒരു നൂൽ അല്ലെങ്കിൽ ചെറിയ അലങ്കാരം ധരിക്കുക. പ്രതിദിനം കുറച്ചു നിമിഷം കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിക്കുക. ഒരു പ്രകാശവലയത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. എല്ലാ നെഗറ്റീവ് ശക്തികളും അകന്നു പോകുന്നു. സ്ഥിരതയോടെ ചെയ്താൽ മനസ്സിൽ ശക്തി വർദ്ധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു ഒരു വ്യക്തിയല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ്. ഭയം തിരിച്ചറിയുക, അതിനെ നേരിടുക, ചെറിയ ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ വളർച്ച ആർക്കും തടയാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക. രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ ഉള്ളിൽ വലിയ ശക്തിയുണ്ട്. ഭയം മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും എന്നത് തിരിച്ചറിയുക. അടുത്ത 30 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണാൻ സാധ്യതയുണ്ട്. ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ഭാവിയെ ചിന്തിക്കുക. നിങ്ങൾ ജയിക്കാൻ ജനിച്ചവരാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ ഒരു സന്ദേശം സത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 2 സത്യം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഊർജമോ നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അല്ലെങ്കിൽ അത്രയും സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നതാണ് സത്യം. പക്ഷേ ഇത് വ്യക്തിയോ സാഹചര്യങ്ങളോ അല്ല. ഇത് നിങ്ങളുടെ വളർച്ച തടയുന്ന കാർമ്മിക ഊർജം മാത്രമാണ്. നിങ്ങളുടെ വിജയം, ആത്മവിശ്വാസം, മനസാന്ത്വനം എല്ലാം ഈ സൂക്ഷ്മ ഊർജത്തിലൂടെ ചവിട്ടപ്പെടുന്നു. ഇത് ഇനി നിങ്ങൾ തിരിച്ചറിയാനാണ് പോകുന്നത്. നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ കുറിച്ചുള്ള സൂചനകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് എനർജി ഡ്രെയിൻ, നിങ്ങളുടെ എനർജി ചോർന്നു പോകുന്നത് പോലെ അനുഭവപ്പെടുന്നു. പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്നു. വിശ്വസനീയരായ ആളുകൾ പലപ്പോഴും സൂക്ഷ്മമായി പ്രതികരിക്കുന്നു. സ്വയം സംശയിക്കുന്നു, ഞാൻ ശരിയാണോ, ഞാൻ ഇതെങ്ങനെ നടത്തും എന്ന സംശയം. ഈ സൂചനകൾ മനസ്സിലായാൽ നിങ്ങളുടെ ശത്രു വ്യക്തിയല്ല, ഭയം, സംശയം, കാർമ്മിക തടസ്സമാണ് എന്നത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ഇതിനായിട്ട് ഏറ്റവും ആദ്യം നിങ്ങൾ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. മറഞ്ഞ ശത്രുവിനെ തിരിച്ചറിയാൻ നിരീക്ഷണം ഏറ്റവും പ്രധാനമാണ്. അടുത്ത ബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഊർജം പ്രതിഫലിപ്പിക്കുന്നവരാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവുകൾ നൽകുന്നത്. നിങ്ങളോട് അസൂയയുള്ളവർ, നിങ്ങളുടെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ പറയുന്നവർ, അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുക. ചലനങ്ങൾ, ശബ്ദം, പ്രതികരണങ്ങൾ എന്നിവ കുറിക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉയർന്ന സ്ഥാനത്തോ വിജയം നേടിയപ്പോഴോ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അസൂയകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രതികരണത്തിൽ മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ മറഞ്ഞ ഊർജം സജീവമാണ് എന്നത് തിരിച്ചറിയുക. ഇനി രണ്ടാമതായിട്ട് ബോധം ശക്തമാക്കുക എന്നതാണ്. ബോധശക്തി നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഉപകരണമാണ്. ദിവസവും 5 മുതൽ 10 മിനിറ്റ് ശാന്തമായിട്ടുള്ള ധ്യാനത്തിലിരിക്കുക. ചില കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതും വളരെ സൂക്ഷിച്ചു മാത്രം ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാകണം നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ചുറ്റുമുള്ളത് എന്നുള്ളത്. എവിടെയാണോ നിങ്ങളെ പിൻവലിക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ പിന്തിരിക്കാൻ നോക്കുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാതെ ഇരിക്കുക. മറഞ്ഞ എനർജി നേരിടുമ്പോൾ വികാര പ്രതികരണം നിയന്ത്രിക്കണം.
നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ശത്രുവിനെ തിരിച്ചറിയുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഉടൻ പ്രതികരിക്കരുത്. ശാന്തമായി നിരീക്ഷിക്കുക. എനർജി പാറ്റേൺ ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സംശയാസ്പദ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുക. നിത്യവും നിങ്ങൾ പറയുക, ഞാൻ സംരക്ഷിതനാണ്, എൻ്റെ ചുറ്റും വെളിച്ചം നിറഞ്ഞു എന്നുള്ളത്. ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തന്നെ നിങ്ങൾക്കുമേൽ നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രവാഹം ചൊരിയും. ആ ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളുടെ ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഹിഡൻ എനിമീസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. വിശ്വാസം സെലക്റ്റീവ് ആക്കുക. ശുദ്ധമായിട്ടുള്ള വിശ്വസനീയരായ ആളുകളെ മാത്രം അടുപ്പിക്കുക. മറ്റുള്ളവരിൽ നിന്നും ഒരു അകലം പാലിക്കുക. ചെറിയതായിട്ടുള്ള ചുവടുകൾ വയ്ക്കുക. ഭയം, അസൂയ ഒന്നും ഒരു ഡിസിഷൻ ബ്ലോക്ക് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. എപ്പോഴും പ്രാർത്ഥിക്കുക. ഏതൊരു കാര്യത്തിലും ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം, ഈ പ്രപഞ്ചശക്തി കൂടെയുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. നിങ്ങളുടെ വളർച്ചയിൽ, നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിങ്ങളുടെ വിജയം വർദ്ധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും വളരെ ശാന്തമായിട്ടുള്ള മനസ്സോടുകൂടി എടുക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ആവശ്യമുള്ള പ്രാധാന്യം മാത്രം നൽകുക. നിങ്ങളുടെ വാക്കിനേക്കാൾ വില നിങ്ങൾ മറ്റൊരാളുടെ വാക്കിന് നൽകരുത് എന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി പലതരത്തിലുള്ളതാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളുടെ അസൂയ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട്. ആ ഒരു ദൃഷ്ടിയും നിങ്ങളുടെ ശത്രു തന്നെയാണ്. ആ ഒരു ദൃഷ്ടിയും നിങ്ങളിൽ സൃഷ്ടിക്കുന്നത് തടസ്സം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ കാണുക. വളരെയധികം ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങൾ മറ്റുള്ളവരോട് പറയുന്ന സമയത്ത് അവരുടെ ആ ഒരു ദൃഷ്ടിദോഷം അല്ലെങ്കിൽ അസൂയ, ഒരുപക്ഷെ അവർ പോലും അറിയാതെയായിരിക്കും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ അവരിൽ നിന്നും നിങ്ങളിലേക്ക് വീഴുന്നത്. അത് നിങ്ങളുടെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും. നിങ്ങളുടെ പ്ലാനുകൾ നിഷേധിക്കപ്പെടാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയം നിങ്ങളുടേത് മാത്രമാണ്. അത് നിങ്ങളെ സ്നേഹിക്കുന്നവരുമായി മാത്രം പങ്കുവയ്ക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പകരുന്നില്ല അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം കാര്യങ്ങൾ പറയുക. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ വിജയം നിങ്ങളുടെ ഉള്ളിലൊതുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ മുന്നിലേക്ക് നിങ്ങൾ ആ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ അതൊരു ദൃഷ്ടിദോഷമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനുള്ള ആത്മീയ പരിഹാരം എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 108 തവണ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക എന്നതാണ്. മഹാദേവന്റെ അനുഗ്രഹം, മഹാദേവന്റെ ഒരു സംരക്ഷണ കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ഈ സന്ദേശം നിങ്ങൾക്ക് കൃത്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 3 സത്യം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം കൃത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.